vitamin D ഒക്കെ കിട്ടും. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. രാവിലെ തന്നെ തട്ടിക്കൂട്ടി എണീറ്റ് വന്നു. എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നതാണ്. ഇന്ന് കുറച്ച് ലേറ്റായി എണീറ്റു. അപ്പോൾ അവിടെ ഒരുത്തി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചില്ല. കാരണം ഇന്നലെ ഞാൻ തുണി അലക്കിയില്ല. അതിന് പകരം ഇന്ന് എനിക്ക് കുറച്ചധികം തുണി അലക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അവളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് തുണി അലക്കാൻ പോകാൻ കൂട്ടില്ല. അപ്പോൾ ഇന്ന് അവളെയും കൂട്ടിയിട്ട് പുഴയ്ക്ക് പോയി തുണി അലക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ ലീവ് എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഒന്ന് ഒരുങ്ങി തന്നെ തുടങ്ങാം. വായുടെ ഇവിടെ ഒരു കുരു വന്നിട്ട് ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആവുകയാണ്. ചീപ്പ് എടുത്തിട്ട് കേട്ടോ ഗൈസ്. ഈ കണ്ണാടിയിലൊന്നും എനിക്ക് തല കെട്ടുന്ന അത്ര കംഫർട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പുതിയ കണ്ണാടിയൊക്കെ മേടിക്കണം, വലിയ മിററൊക്കെ മേടിക്കണം എന്ന് വിചാരിക്കാറ്. കുറച്ച് ദിവസമായി നഖം വെട്ടണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ശരി, ഇന്ന് രാവിലെ തന്നെ നഖം വെട്ടി അങ്ങ് തുടങ്ങിയേക്കാം. നെയിൽ കട്ടർ കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്, പോയി നഖം വെട്ടാം. നമുക്ക് ചില്ല് ചെയ്യാനാണെങ്കിലും ഭക്ഷണം കഴിക്കാനാണ് വെച്ചാലും വെറുതെ ഇരിക്കാനാണ് വെച്ചാലും എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഇതാണ്, ഈ തിണ്ണ. ഇതിനപ്പുറത്തേക്ക് വേറെ എവിടെ പോയി ഇരിക്കാനും ഇല്ല. പിന്നെ അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടോ, ആ ഊഞ്ഞാൽ. അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇരുന്ന കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടും. അപ്പോൾ കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിരിക്കുക, എന്നിട്ട് അങ്ങ് തുടങ്ങാം. ഇപ്പം നേരം വെളുക്കുമ്പോഴേ പുഴയ്ക്ക് പോകാനുള്ള മൂഡിലാണ് ഇരിക്കുന്നത്. രാവിലെ വെളുപ്പിനെ തന്നെ പോയി കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയുമല്ലേ. പക്ഷെ ആൾക്കാരെന്ത് പറയുന്നുള്ളതിൽ കാര്യമില്ല. രാവിലെ തന്നെ അത്രയും ദൂരം നടക്കട്ടെ. അപ്പോൾ കുറച്ച് വൈകി അങ്ങോട്ട് പോകാം, ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോകാം. നമുക്ക് നഖം വെട്ടാം. അങ്ങനെ നമ്മുടെ നഖം വെട്ട് കഴിഞ്ഞു. ഈ നഖമൊക്കെ കൊണ്ടൊന്ന് കളയട്ടെ കേട്ടോ. മുറ്റമൊക്കെ പിന്നെ ഇന്നലെ വൈകുന്നേരം അടിച്ച് വൃത്തിയാക്കിയത് കാരണം മുറ്റമൊക്കെ നല്ല ക്ലീനായി കിടക്കുന്നുണ്ട്. ഇനി വൈകുന്നേരത്തേക്ക് കാറ്റ് തുടങ്ങി കഴിയുമ്പോൾ ചപ്പ് വീണ് കഴിയുമ്പോൾ അടിച്ച് വാരിയാൽ മതി. പിന്നെ നമ്മുടെ മുറ്റത്ത് നോക്കുന്ന ആ കാണുന്ന മുഴുവൻ ഡാമാണ് കേട്ടോ. ആ മരങ്ങളുടെ അപ്പുറത്തേക്ക് ഈ സാരി ആട് കയറി ചെടി തിന്നുന്നോന്ന് പറഞ്ഞിട്ട് അമ്മ ചെയ്തു വെച്ച പണിയാണ്. ഇനിയിപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് അവസ്ഥ. ഇവിടെ മുഴുവനും തുണി ചപ്പ് ചവറ് പോലെ വാരിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ അലക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ഗോഡൗൺ. ഗോഡൗണിലുള്ള അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ദിവസമായി തുണി മടക്കി വെച്ചിട്ട്. ഇനി അതും ചെയ്യണം. അടുക്കളയിലോട്ട് കയറിയതേ ഉള്ളൂ. അടുക്കള ഈ കോലത്തിലാണ്. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, എല്ലാം ഒന്ന് എടുത്തെടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെച്ചാൽ മതി. എന്നാൽ ഇനിയിപ്പോൾ തുടങ്ങിയേക്കാം അങ്ങോട്ട്. അപ്പം നിങ്ങൾ എന്തിനാ ഇങ്ങനെ മെസ്സി ആക്കിയിടണം? അപ്പം ചെയ്തപ്പോൾ വലിയ ഡയലോഗ് അടിക്കണ ആളല്ലേ നല്ലേ. പക്ഷെ എന്താ ചെയ്യുക, വയ്യാതായി കഴിഞ്ഞ് വെച്ചാൽ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണ്ടേ, വേറെ ആരും ചെയ്തു തരില്ലല്ലോ.
അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് വരാം. ഇനിയിപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു ചായ ഇട്ടങ്ങ് തുടങ്ങാം. ഗുഡ് മോർണിംഗ്. സ്കൂളിൽ പോട്ടെ? സ്കൂൾ വണ്ടി പോയി ഇനി അങ്ങനെ സ്കൂളിൽ പോകും? ഇന്നത്തെ സ്കൂൾ പോയില്ലേ? ആ, ഇരുന്നോ. ഇപ്പൊ പോയി പല്ല് തേച്ചിട്ട് വന്നാൽ പല്ല് തേച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് വഴിക്ക് പോകാം. പോയി നല്ലപോലെ മുഖം കഴുകി പല്ല് തേച്ചിട്ട് പോവാം. രാവിലെ ഒരു ചായ അത് അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. കുടിക്കുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കട്ടോ. ചായയുടെ കൂടെ വല്ല മുറുക്കോ അങ്ങനെ വല്ല സ്നാക്സും കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 10 മണി 11 മണിയൊക്കെ അതായിരിക്കും ഓക്കെ ആയിട്ടിരിക്കുക. അതുവരെയുള്ള ആശ്വാസമാണിത്. ഇപ്പം ചായ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓർത്ത ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപാടെ ഞാൻ യോഗയൊന്നും ചെയ്തില്ല. യോഗ എന്ന് പറയാനൊന്നുമില്ല, യൂട്യൂബിൽ നമുക്ക് പറ്റിയ രീതിയിൽ ചെറുതായിട്ടൊരു ഒരു ട്യൂട്ടോറിയൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. വെറുതെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോളോയിങ്ങിലൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു എക്സസൈസ്, ഒരു മൂവ്മെൻറ്റ് പോലെ അതങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ എന്തൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ നിന്നാൽ അപ്പം എൻ്റെ മൂക്ക് ചൊറിയാൻ തുടങ്ങും. പ്രാർത്ഥിക്കാനിരുന്നാലും അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് നേരം ഒന്ന്
എന്താ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഉള്ള പരിപാടി മൂക്ക് ചൊറിച്ചിൽ. മൂക്ക് ചൊറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് ചൊറിഞ്ഞില്ല എന്ന് വെച്ചാൽ കൺട്രോള് പോകും. പിന്നെ തുമ്മലായി, പിന്നെ മണിക്കൂർ കണക്കുള്ള തുമ്മലാവും. ഇനിയിപ്പോൾ ചായ കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ വേണ്ടി തിണ്ണേ വന്ന് നിന്നപ്പോഴാണ് തിണ്ണ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടില്ല. എന്നാൽ തിണ്ണയും കൂടെ അങ്ങ് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് ചായ കുടിക്കാതിരിക്കാം. അയ്യോ ഇത് പപ്പ, അയ്യോ ഇത് പപ്പ കണ്ട തല്ലൂലോ. അമ്മ ഇതാക്കട്ടെ. സാറക്കുട്ടീന്റെ തലയിൽ അമ്മ എണ്ണ തേക്കാൻ പോവാണ്. എല്ലാരും കേട്ടോ? എന്നമ്മ തലയിൽ എണ്ണ തേക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ? അവളുടെ തലയിൽ എണ്ണ വെക്കുകയാണ്. ഇനിയൊക്കെ പിടിച്ചിരുത്തി ഒരു കാര്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ക്ഷമ വേണം. എൻ്റെ ക്ഷമ കിടുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഓരോന്ന് കൊട്ടാറുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ തല, ഈ തലയുടെ കാര്യത്തിൽ നമ്മൾ അധികം റിസ്ക് ഒന്നും എടുക്കാറില്ല. തലയിൽ എണ്ണ പാടില്ല, വെള്ളം തട്ടാൻ പാടില്ല. നമുക്ക് ഏത് നേരവും അലർജി, തുമ്മൽ, ജലദോഷം ഇത് വിട്ടൊഴിഞ്ഞ് നേരമില്ല. അത്യാവശ്യത്തിന് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നതാണ്. കയ്യിലിരിപ്പ് കൊണ്ട് ഇപ്പം മുടിയൊക്കെ പോയി. ഇപ്പം തല ചീപ്പ് കഴിച്ച് കഴിഞ്ഞാൽ ഊരി വരുന്ന മുടിക്ക് ഒരു കൈയും കണക്കും ഇല്ലാതായിട്ടുണ്ട്. എങ്കിലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് മനസ്സറിഞ്ഞ് മുടിയിലോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായത് കാരണം ആ ഭാഗം നമ്മൾ അധികം മൈൻഡ് ചെയ്യാതെ വിട്ടേക്കുക. ഈ ഉള്ളതിനെയും കൂടെ വെട്ടിക്കളയെന്നുള്ള മൈൻഡിലാണ് ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അമ്മ എന്റെ തുണികളെടുത്താ? അമ്മ തുണികളെടുത്തോ? അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. പുഴയിൽ വന്ന് നന്നായിട്ടൊന്ന് അടിച്ച് അലക്കി കുളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നാച്ചുറൽ തെറാപ്പി കിട്ടിയ ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ട് മണ്ണിൽ കളിക്കുകയാണ്. ഇതാണ് അനുസരിക്കില്ല, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അനുസരിക്കുകയേ വേണ്ട. നമ്മൾ തുണികളൊക്കെ കല്ലിൻ്റെ മുകളിൽ കുറച്ച് നേരം വെയിൽ കൊണ്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഒക്കെ ബക്കറ്റിലാക്കിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ചുരുട്ടാന്ന് പറയുന്ന സാധനം. ഇത് അധികം പുഴവക്കിലൊക്കെയാണ് കാണുക. നമുക്കിത് കറി വെക്കാൻ വേണ്ടി നമ്മൾ പറിക്കും. അപ്പം നമുക്ക് കുറച്ചധികം ചുരുട്ട വലിച്ചിട്ട് തോരൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനിന്ന് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഈ ചുരുട്ടകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ അയൽപക്കത്തുള്ള ജോസാറിൻ്റെ പറമ്പാണ്. അപ്പം ഞാൻ പോയിട്ട് കുറച്ചധികം ചുരുട്ട അവിടെ നിന്ന് പറിച്ചെടുത്തു കേട്ടോ. നമുക്ക് കറി വെക്കാൻ ആവശ്യത്തിൽ കൂടുതലുള്ള ചുരുട്ട അവിടെ നിന്ന് പറിച്ചെടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് നിറയുണ്ട്. പക്ഷേ എനിക്ക് ചെറിയൊരു പേടി, ഇതിൻ്റെ അകത്ത് പാമ്പുണ്ടാവാൻ ചാൻസൊക്കെ ഉണ്ട്.
ചുരുത്തോട്ടത്തിൽ സൂക്ഷിച്ചു പോയില്ല എന്ന് വെച്ചാൽ ചുരുട്ടാന്ന് പറഞ്ഞിട്ടൊരു പാമ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കടിച്ച നല്ല വിഷമൊക്കെ ഉള്ളതാണ്. അപ്പം ഞാൻ അധികം ഉള്ളിലേക്കൊന്നും പോയില്ല. അധികം ഇതില്ലാത്ത കാടില്ലാത്ത ഭാഗത്ത് നിന്ന് എനിക്ക് ആവശ്യത്തിന് വേണ്ടതൊക്കെ പറിച്ചെടുത്തു. പറിക്കും തോറും മതിയാവുന്നൊന്നുമില്ല, എങ്കിലും ഉള്ളിൽ ഭയമുള്ളത് കാരണം ആ പരിപാടി അങ്ങ് നിർത്തി. അയ്യോ ഗൈസ്, ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത്. പോയപ്പോൾ അലക്കും കുളിയും കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മൈ എനർജി ലെവൽ ഈസ് ബാറ്ററി ലോ. നമ്മളിതാ ചുരുട്ടയൊക്കെ വലിച്ച് ഇത്രയും ചുരുട്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ആസ് യൂഷ്വൽ നമുക്ക് ചോറും കറിയും വെക്കണം, വൈകുന്നേരം മുറ്റം അടിക്കണം, ഇതൊക്കെ ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു ഹോൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള എനർജി എനിക്കില്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ, സി യു. ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ ബൈ.